ഇന്നുണ്ടല്ലോ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പറയണേ. ഇതിനായിട്ട് നമുക്ക് തക്കാളി വേണം, പിന്നെ എന്ത് വേണം, സബോള വേണം, പിന്നെ ഇഞ്ചി വേണം, കറിവേപ്പില വേണം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു കറി അത്രേ ഉള്ളൂ. ഇഞ്ചിയും അല്ല മറ്റേ വെളുത്തുള്ളിയും പച്ചമുളകും എൻ്റെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. അതുണ്ടെങ്കിൽ ഞാനത് ഇട്ടേനെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് തുടങ്ങാം. ചട്ടി ചൂടാക്കുക. നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഇഞ്ചിട്ട് വഴറ്റിയെടുക്കണം. ഇവിടം തൊട്ടാണ് കേട്ടോ നമ്മുടെ കറിയുടെ ടേസ്റ്റുകൾ തുടങ്ങണേ. അപ്പോൾ ഇഞ്ചി വെളിച്ചെണ്ണയിലേക്ക് കിട്ടുന്ന ഇങ്ങനെ ഫ്രണ്ട് വരുമ്പോൾ ഒരു നല്ല ഫ്ലേവറൊക്കെ വരും. അപ്പോൾ കറിയുടെ കുറച്ച് ടേസ്റ്റൊക്കെ വരും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സവാളയ്ക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ നമ്മൾ കറിയുടെ ടേസ്റ്റൊക്കെ വരുന്നത് ഈ സവാളയ്ക്ക് നന്നായിട്ട് വഴറ്റി വരുമ്പോഴായിട്ട് കറിക്ക് നല്ല ടേസ്റ്റ് വരണേ. ഇപ്പോൾ നമ്മൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്റ്റേജിലൊക്കെ ആകുമ്പോൾ മുളക് പൊടി എല്ലാ സാധനങ്ങളൊക്കെ ഇടും. ഇപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ള കാരണം സവാളയ്ക്ക് നല്ലപോലെ വഴണ്ടി വരട്ടെ. സവാള നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും പറയാറില്ലേ, പെട്ടെന്ന് വഴന്നിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ഉപ്പിട്ടിട്ട് നല്ലപോലെ വഴറ്റി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കതുവരെ ഒരു മ്യൂസിക് കേൾക്കാം. മ്യൂസിക്കൊന്നും കിട്ടിയില്ല, അപ്പോൾ ഞാൻ തന്നെ വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സവാളയ്ക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടേണ്ടത് ഈ സ്റ്റേജിലാണല്ലോ. ഞാനങ്ങനെ കറിവേപ്പില മേടിക്കാറില്ല, നമുക്ക് നല്ല ഫ്രഷ് കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്കൊരു പച്ചപ്പിന് വേണ്ടിയിട്ട് പച്ചപ്പിനും നല്ലതാണ്, കുറച്ച് ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഉണ്ടാകുന്ന ചീരയുടെ അല്ലാണ്ട് വഴറ്റാനിട്ടിക്കണേ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വഴണ്ടി വരട്ടെ. അതുവരെ നമുക്കിത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇവിടെ കറിക്ക് അധികം എരിവ് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇടണുള്ളൂ. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടി ആയ കാരണം അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത്ര ഇടണുള്ളൂ. മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് വരുമ്പോൾ ആ മുളക് പൊടിയിട്ട് ആ പച്ചപ്പൊക്കെ മാറി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടാം. ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ഇടാം, ചിക്കൻ മസാല ഇഷ്ടമുള്ളവർക്ക് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ ഞാൻ ഇത്ര ഇടണുള്ളൂ. എനിക്കതിങ്ങനെ കുറേ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത്ര ഇടണമല്ലോ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കുമ്പോൾ മുളക് പൊടിയുടെയും ആ മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ആ പച്ച ഒരു മണം ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ലപോലെ പോയി നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇടണം. തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കണം. നമ്മൾ ഈ സ്റ്റേജിലൊന്നും വെള്ളം ഒഴിക്കില്ല കേട്ടോ. തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വരുമല്ലോ, അങ്ങനെ ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നല്ലപോലെ എന്താ പറയുക വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് നേരേക്കും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തക്കാളിക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചിട്ടൊന്നും അങ്ങോട്ട് മാറിയുള്ളൂ. അപ്പോഴേക്കും ഈ ചട്ടിയുടെ ചൂടും ഗ്യാസിൻ്റെ ചൂടായ കാരണം ഒന്ന് കരിഞ്ഞ് തുടങ്ങാറായിട്ടുണ്ട്. ഭാഗ്യത്തിന് കരിഞ്ഞ് തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ എത്തി. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് കുറച്ച് നേരം ഓഫാക്കിയിട്ടിട്ട് ആ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമുക്ക് അതിൽ തിളച്ച വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് വരണിട്ടാ ഈ കറി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയിട്ടൊന്നല്ല ചേർക്കണേ. അപ്പോൾ ഈ വെള്ളം നല്ലപോലെ തിളച്ചാല നമുക്ക് കോഴിമുട്ടക്കരി ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോഴിമുട്ട ഇങ്ങനെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലപോലെ തിളച്ച ഈ ഗ്രേവിയിലേക്കാണ് നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടത്. ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുക ചെയ്യണേട്ടാ. അപ്പോൾ നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. ആദ്യം ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റായിട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക ചെയ്യാറ്. ഇപ്പോൾ കിട്ടുന്ന കോഴിമുട്ടയ്ക്കും കേടാവാറുണ്ട്. അല്ല, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറി മൊത്തത്തിൽ കേടാവും. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ കറിയിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. നല്ല തിളച്ച വെള്ളം വേണമെന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം കറി തിളയ്ക്കണമെന്ന് പറയണത് ഇതിട്ടപ്പോൾ തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തിളയ്ക്കാത്ത വെള്ളത്തിലേക്ക് ഇത് ഒഴിക്കണമെന്ന് വെച്ചാൽ ഈ കോഴിമുട്ട ശരിക്കും വെന്ത് ഇങ്ങനെ ഒരുമാതിരിയാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഒന്നുമില്ല, കോഴിമുട്ട നല്ലപോലെ വേവട്ടെ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കട്ടെ. ഞാൻ നല്ലപോലെ വേവിച്ച് ആ കോഴിമുട്ടയുടെ വൈറ്റമിൻസൊക്കെ കളയണ വരെ വേവിക്കും. അത്രേൻ്റെ ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ നല്ലപോലെ വേവിച്ചെടുക്കും. നല്ല കറിയായിട്ട് കിട്ടിയിട്ടില്ലേ. ഇത് നമുക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ലാവിഷായിട്ട് എടുക്കാം. ഞാൻ പക്ഷെ അത് സിമ്പിളായിട്ട് എടുത്തു എന്നുള്ളൂ. ഈ സ്റ്റേജിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ശരിയായിട്ടുണ്ട്. നല്ല കറിയാണ്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, എന്തിൻ്റെ വട കുടിക്കാൻ, ചോറിൻ്റെ കൂടെ ഒക്കെയും കഴിക്കാൻ പറ്റുന്ന നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ